നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളുടെ സ്നേഹത്തോടുള്ള സംസാരത്തിലെ ഞാനൊരു സാധാരണക്കാരിയാണെന്ന് മറന്നു. എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു. ഈ കുഞ്ഞ് ദീപക് സാറിന്റെ അല്ലെങ്കിൽ പിന്നെ ഈ ഗുണ്ടയുമായി രാത്രി എന്നെ തേടി ദീപക് സാർ വന്നെന്തിനാ? ഞാൻ DNA ടെസ്റ്റിന് പോകുന്നത് ദീപക് സാർ ഭയക്കുന്നു. നീ ഒത്തിരി അങ്ങ് ശബ്ദം ഉണ്ടാക്കണ്ട. പണവും പിടിപാടും കഴിവുള്ള എന്നെ പോലെ ഉള്ളവനെതിരെ നീ ശബ്ദം ഉയർത്തിയാൽ അതാരും കേൾക്കില്ല. നിബിയെ, ഇനി നീ ശബ്ദിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ വന്നത്. ഈ കുഞ്ഞ് എന്റേതാണെന്ന് പറയാൻ ഇനി നിന്റെ നാവ് ഉയരരുത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കരച്ചില് ഈ ലോകം കേൾക്കരുത്. രമേശ, തീർത്തേക്ക്. ദീപക് സാറേ, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. സാറിന്റെ പെർഫോമൻസ് എവിടെ വരെ പോകുമെന്നറിയാൻ മാറി നിൽക്കായിരുന്നു. ശബ്ദം ഉണ്ടാക്കല്ലേ. ശബ്ദം ഉണ്ടാക്കി നാട്ടുകാരെയൊക്കെ വരുത്തിയാലേ ഇവിടെ നടന്നതും ഇതിനു മുൻപ് നടന്നതൊക്കെ ഞങ്ങൾക്ക് അവരോട് പറയേണ്ടി വരും. ദിവ്യ നിനക്കെതിരെ വന്ന അവളെ കൊല്ലാൻ പോലും നീ മടിക്കില്ലെന്ന് രാജു എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കും കരുതിയില്ല. നീ ശരിക്കും മനുഷ്യനായിട്ട് ജനിക്കേണ്ടവനായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. മനുഷ്യത്വമില്ലാത്ത മൃഗോ നീ. ദീപക്, നിനക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ദിവ്യയെ എന്തെങ്കിലും ചെയ്യാന്നുള്ള ധാരണ നിനക്കുണ്ടെങ്കിൽ അത് നടക്കില്ല. ഞങ്ങളെ ദിവ്യയുടെ ഒപ്പം ഉണ്ടാവും. ഇനി ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ദിവ്യ എന്തെങ്കിലും ചെയ്യാനാണ് ഭാവമെങ്കിൽ പോലീസില് ദിവ്യ ഒരു പേപ്പർ നൽകിയിട്ടുണ്ട്. ദിവ്യക്ക് എന്ത് സംഭവിച്ചാലും നീ ആയിരിക്കും അതിന് കാരണക്കാരൻ. അതുകൊണ്ട് ഇനി DNA റിസൾട്ട് വരുന്നത് വരെ വലിയ അഭ്യാസമൊന്നും എടുക്കാന്ന് കരുതണ്ട. ദീപക്, ഒരു കാര്യം കൂടി. അച്ഛനെതിരെ പരാതി കൊടുത്ത കർഷകർ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങൾ നേരെ അവിടേക്ക് പോവാം. അവരെ കണ്ട് സംസാരിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കോടതിയില് ഞങ്ങൾ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കും. അതോടെ അച്ഛന് ഞങ്ങളോടുള്ള എല്ലാ വിരോധങ്ങളും മാറി ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരും. ഋതികമ്മയുടെ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്? മറച്ചു വെച്ചിട്ട് എന്താ രാജു പ്രത്യേകിച്ച് പ്രയോജനം? ആ, അതും ശരിയാണ്. ഇവരവരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഇനി ദീപകിന്റെ ശല്യം ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.